ഓണാഘോഷങ്ങളിൽ വേറിട്ടൊരു സന്ദേശവുമായി കോഴിക്കോട് മുക്കം നഗരസഭയിലെ ഹരിതകർമ്മസേന. ഓണത്തിന് പൂക്കൾക്ക് പകരം പ്ലാസ്റ്റിക് കൊണ്ട് അത്തപ്പൂക്കളം ഒരുക്കി മാതൃകയാവുകയാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങളാണ് ഈ പൂക്കളത്തിൽ പൂക്കളായത്. മുക്കത്ത് ഇത്തവണ പൂക്കൾക്ക് പകരം പൂക്കളത്തിന് നിറം പകരുന്നത് പ്ലാസ്റ്റിക്കുകളാണ്. കുറ്റിപ്പാലയിലെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി ഗോഡൌണിലാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ വ്യത്യസ്തമായ പ്ലാസ്റ്റിക് കളം ഒരുക്കിയത്. വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ദിവസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് കവറുകളും പേപ്പറുകളും മറ്റ് അജൈവ മാലിന്യങ്ങളുമാണ് കളമൊരുക്കാൻ ഉപയോഗിച്ചത്. നമ്മൾ നിസ്സാരമായി വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ കൃത്യമായി തരംതിരിച്ച നിറങ്ങൾക്കനുസരിച്ച് വേർതിരിച്ചു. പിന്നീട് പൂക്കളുടെ ആകൃതിയിൽ മുറിച്ചെടുത്ത് കളമൊരുക്കി. സാധാരണ പൂക്കളം ഒരുക്കുന്നതിനേക്കാൾ ഇരട്ടി അധ്വാനവും സമയവുമാണ് ഇതിനായി വേണ്ടി വന്നത്. ഓണത്തിന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന ആലോചനയിൽ നിന്നാണ് പ്ലാസ്റ്റിക് കളം എന്ന ആശയമുണ്ടായത്. ഞങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ഓണം എന്തെങ്കിലും ഒരു വെറൈറ്റി, എന്തെങ്കിലും ഒരു പ്രത്യേകത ഞങ്ങൾക്ക് ഉണ്ടാവണം എന്ന് ഞങ്ങൾക്ക് തോന്നി. അപ്പൊ എല്ലാരും കൂടി ഇരുന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾ തോന്നി വീടുകളിൽ നിന്നും ഷോപ്പുകളിൽ നിന്നൊക്കെ എടുക്കണ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ഞങ്ങൾ ഒരു പൂക്കളം ഉണ്ടാക്കാനുള്ള തീരുമാനമായിരുന്നു ഞങ്ങളുടെ ഇത്. പ്ലാസ്റ്റിക് കവറുകളൊക്കെ അരിയാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് സാധാരണ പൂവ് അരിഞ്ഞെടുക്കുന്ന ലാഘവത്തോടെ അത് അരിഞ്ഞെടുക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഞങ്ങൾ കുറെ റിസ്ക് ഒക്കെ അനുഭവിച്ചിട്ട് തന്നെയാണ് ഇത് ഇങ്ങനെ ഒരു ഇത് തുടങ്ങിയത്. മാലിന്യം വലിച്ചെറിയാനുള്ളതല്ല, കൃത്യമായി തരംതിരിച്ച പുനരുപയോഗത്തിനും സംസ്കരണത്തിനുമായി കൈമാറേണ്ടതാണെന്ന സന്ദേശം കൂടിയാണ് ഈ പ്ലാസ്റ്റിക് കളം നൽകുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രധാന ലക്ഷ്യം. പൂക്കൾ കൊണ്ട് മാത്രമല്ല പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടും മനോഹരമായ പൂക്കളമൊരുക്കാമെന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.